നമസ്തേ, ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ ലെറ്റ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? 9 of Wands. Okay. Two of Wands. 6 of Wands. See, 6 of Wands. 2 of Wands. ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ നന്നായിട്ട്. 5 of Coins. Okay. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. Empress, King of Pentacles, 7 of Wands, Page of Pentacles, and bottom of the deck the Hierophant. Okay. Signs നോക്കുകയാണെന്നുണ്ടെങ്കിൽ Aries, Leo and Sagittarius energies, and then നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് Taurus, Virgo and Capricorn earth sign ആക്റ്റീവ് ആണ്. Okay. Yeah. Then Cancer, Scorpio, Pisces, little bit Cancer, Scorpio and Pisces energies നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് പറയാം. എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ? ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പ്രസൻ്റ്ലി നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു എനർജി. ബിക്കോസ് മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ട്രോമാസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ സ്റ്റിൽ ആ ഒരു കണക്ഷനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിൽ ആ ഒരു എനർജിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരിക്കാം. ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് ആ ഒരു എനർജീസാണ് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും എന്താ പറയുക, എന്തോ ഒരു കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്താ വെളിയിലേക്ക് പോകാനായിട്ട് ഓപ്ഷൻ ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് വെളിയിലേക്ക് വരാനായിട്ടൊക്കെ പറ്റുന്നുണ്ടാവും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒത്തിരിയധികം ട്രോമാസ് വന്നിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പേജ് ഓഫ് കപ്സ് എന്നുള്ളൊരു എനർജി, ഈ ഒരു എനർജി കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരിയധികം എന്താ പറയുക, ഒത്തിരിയധികം ട്രോമാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു കണക്ഷൻ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവാം. ബിക്കോസ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ശരി, ഒരു വളരെയധികം പേജ് ഓഫ് കപ്സിൻ്റെ എനർജീസാണ്. ലൈക്ക് പേജ് ഓഫ് കപ്സ് മീൻസ് നിങ്ങളെ കഴിഞ്ഞും യങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. യങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു വ്യക്തി മീൻസ് എപ്പോഴും എന്താ പറയുക, ലൈറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ലൈക്ക് ഓക്കെ, സീരിയസ് ആയിട്ടുള്ളൊരു എനർജി ആവില്ല ഒരു പക്ഷേ. ജസ്റ്റ് ഓക്കെ, സി ഈ ഒരു പിക്ചർ കണ്ടില്ലേ, ഇതിൽ ഈ ഒരു റാബിറ്റ്, ഇതിൻ്റെ കാലിൽ, ഈ ഒരു ചെറുക്കൻ്റെ കാലിൽ ഒരു ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ റാബിറ്റ് ആ ഒരു ത്രെഡ് വലിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ആ ത്രെഡ് വലിച്ചെടുക്കുന്ന ഒരു എനർജീസ്. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഐ ഡോണ്ട് നോ. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ലൈക്ക് നിങ്ങൾ എത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഒരിക്കലും എന്താ പറയുക, ഓക്കെ എപ്പോഴും എന്താ പറയുക, ഒരു റിസീവിങ് എനർജീസിലായിരിക്കും നിന്നിട്ടുള്ളത്. ഓക്കെ, എനിക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഇവിടെ നിന്നിട്ടുള്ളത്. അല്ല, നിങ്ങളതിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങളത് അവർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അവരിലേക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ളൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക്
ഈ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ആ ഒരു വ്യക്തിക്ക് തന്നെ ആയിരിക്കും കൊടുക്കുന്നുള്ളത്. ബാക്കിയൊക്കെ പിന്നെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നുള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ്. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. വളരെയധികം ബൗണ്ടറി കീപ്പ് ചെയ്തിരിക്കുന്നപ്പോൾ പോലും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ? സ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ലേഡി സ്റ്റിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫയർ കത്തിച്ചു വെച്ചിട്ട് ആ ഒരു തണുപ്പിൽ തിരിക്കുകയാണ്. ഒരു മിനിറ്റ്. സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റുന്നുണ്ട്. നിങ്ങൾ സ്റ്റിൽ ഓക്കെ, നിങ്ങൾക്ക് അത്രയും പെയിൻസും ഒക്കെ നിങ്ങൾക്കുണ്ട്. സ്റ്റിൽ നിങ്ങൾ എന്നിട്ട് ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർ നിങ്ങൾക്ക് ആ ഒരു ബൗണ്ടറീസിൽ തന്നെ നിൽക്കുമ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ഫേസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. എനിക്കിതിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കറിയില്ല ഈ ഒരു എനർജി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു എനർജീസ് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങൾ ഒത്തിരിയധികം സഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ ഒരു ഗേള്, ഈ ഒരു ഈ ഒരു സ്നോ, ഈ ഒരു എന്താ പറയുക, ഈ മഞ്ഞ് പൊഴിയുന്ന ഈ ഒരു ടൈമിൽ, ഇത് മഞ്ഞാണ് ഫുൾ. ഇതിൽ ആൾ വെളിയിലിരിക്കുകയാണ്, ഡോറിൻ്റെ വെളിയിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ സഫർ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം എന്താ പറയുക, തണുത്തിങ്ങനെ മരവിച്ച് കുറേ സഫർ ചെയ്ത് സ്റ്റിൽ വെയിറ്റിംഗ് ഫേസിലാണ് ഇരിക്കുന്നത്. സോ ആ ഒരു എനർജിയിലാണ് എനിക്കിവിടെ നിങ്ങളെ കാണാൻ. നിങ്ങൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ. ബട്ട് എന്താ പറയുക, അങ്ങനെ സഫർ ചെയ്യുന്ന ടൈമിൽ പോലും നിങ്ങളിങ്ങനെ എന്താ പറയുക, നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സൺ മേ ബി സിംഗിൾ പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പേഴ്സൺ ആയിരിക്കാം, മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കും. ഇനി മാരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഡിവോഴ്സി ആയിരിക്കും. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫാമിലി പേഴ്സൺ ആണ്. അല്ലെങ്കിലും നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഫാമിലി പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ, അല്ലെങ്കിൽ സിംഗിൾ മദർ ആയിരിക്കാം. ഓക്കെ, സോ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റും. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങൾ സെക്കൻഡ് മാരേജസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പാർട്ട്ണറിനെ കണ്ടിട്ടുണ്ട്. അപ്പം മേ ബി ആ ഒരു പാർട്ട്ണറിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ സെക്കൻഡ് മാരേജിന് നോക്കുന്നു. അപ്പം ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ മെയിലായിരിക്കാം കേട്ടോ. മേ ബി നിങ്ങൾ മെയിലായിരിക്കാം, ഫീമെയിലിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഫീമെയിലായിരിക്കാം, മെയിലിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്. എന്തായാലും ഇവിടെ എംപ്രസ് എനർജീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു മെയിലിന് വേണ്ടിയിട്ടാണെങ്കിലും ഫീമെയിലിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഡീഫ് എനർജീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഫെമിനിൻ എനർജി, ലൈക്ക് നമ്മൾ പറയത്തില്ലേ, ഒരു മെയിലിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി എന്താണ്? ഒരിക്കലും ഇത് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു നേച്ചറോ ഒരു പ്യുവർ മസ്കുലർ എനർജിയോ അല്ല. അതെപ്പോഴും അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു ഫെമിനിറ്റി, ആ ഒരു ഫെമിനിറ്റി അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ ആ ഒരു ഫെമിനിൻ എനർജിയിലേക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു എനർജിയാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിലിൻ്റെ ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. യൂഷ്വലി അത് ഫീമെയിൽസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ആ ഒരു മെയിൽസിലുള്ള ഒരു ഫെമിനിറ്റിയിലായിരിക്കും. ഫെമിനിൻ എനർജി, ലൈക്ക് മദർലി നേച്ചർ അല്ലേ. അപ്പം ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അയ്യോ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത്, ഫെമിനിൻ എനർജി മീൻസ് മദർലി, ലവിങ്, കെയറിങ് എനർജീസാണ് നമ്മൾ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അത് വലിയ മോശമായിട്ടുള്ളൊരു എനർജി ഒന്നുമല്ല, നല്ലൊരു എനർജിയാണത്. നിങ്ങളൊരു മസ്കുലൻ ആയിട്ട് നിങ്ങൾക്കൊരു ഫെമിനിൻ എനർജിയിൽ നിൽക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ, ഈ ഒരു ജന്മം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ സൈഡ്സിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക് എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കല്ലായിട്ടുള്ള മനസ്സിലല്ലാതിരിക്കുന്നത് ആ ഒരു എനർജി, അത് വലിയൊരു ഹെൽപ്പാണ്, അല്ലെങ്കിൽ അതൊരു ബ്ലെസ്സിങ്സ് ആണ് ലൈഫിൽ. സോ ഐ തിങ്ക് അങ്ങനെയുള്ളൊരു എനർജി, അങ്ങനെയൊരു വ്യക്തിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ. നിങ്ങൾ മാരേജസിന് വേണ്ടിയിട്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ. നിങ്ങൾ സിംഗിൾസ് ആണ്, അല്ലാതെ നിങ്ങൾ പ്രപ്പോസൽസ് അതിനാണെങ്കിലും സെയിം എനർജീസ് ആണ്. വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തി, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇവരെന്താ പറയുക, വളരെ നല്ല രീതിക്ക് നോക്കുന്നുണ്ടാവും.
മെയിലാണെങ്കിലും ഫീമെയിലാണ്, നല്ല രീതിക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവും. നല്ല രീതിക്ക് ഇപ്പം മെയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മദർലി ലവ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സോറി, മെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫാദർലി ലവ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു മദർലി ലവ്, അതുപോലൊരു കെയറും ലവും ഫോർഗീവ്നെസ്, പേഷ്യൻസ്. നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക, ലൈക്ക് നിങ്ങളുടെ മദറിനെ പോലുള്ളൊരു എനർജി നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഫീമെയിൽ ആണ്, നിങ്ങൾക്കൊരു ഫാദറൊക്കെ കെയർ ചെയ്യില്ലേ, അതുപോലെ നിങ്ങളെ കെയർ ചെയ്യും. വളരെയധികം ജെന്യുവിൻ ആൻഡ് ലോയൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ടൈമിൽ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അത് ഓർത്തിട്ട് നിങ്ങൾ ഡൗട്ട് ആവണ്ട. ആ ഒരു വ്യക്തിയെ ഓർത്തിട്ട് നിങ്ങൾ ഡൗട്ട് അടിച്ചിരുന്ന് സംശയിച്ച് റീഡിങ്സ് കാണണ്ട കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ റീഡിങ് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ വിട്ടേക്കാം, അത് നിങ്ങൾക്കുള്ളൊരു എനർജീസ് അല്ലത്. നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി ഇവിടെ ഈ ഒരു കണക്ഷനിലേക്ക് ഒരു ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഇതൊരു ഡിസയറാണ്, ലൈക്ക് ഈ ഒരു റിലേഷനിൽ ഒരു ഗ്രോത്ത് വേണമെന്നുള്ളത്. പക്ഷേ ശരിയാണ്, ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി ഈഗോയിലാണ് ഇരിക്കുന്നുള്ളത്. പക്ഷേ ഏതോ ഒരു തരത്തിൽ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്, ലൈക്ക് ഞാൻ ഇതുവരെ ഡീൽ ചെയ്ത ഒരു വ്യക്തിയെ പോലുള്ള ഒരു വ്യക്തിയല്ല ഈ ഒരു പേഴ്സൺ. ഹി ഓർ ഷീ ഈസ് ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഈ ഒരു വ്യക്തിക്കും നിങ്ങളുടെ അടുത്തൊരു ഹയർ ലെവൽ സോൾമേറ്റ് എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്ലീസ് കഴിഞ്ഞ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, കുറച്ച് സമയം ചിലവഴിക്കാനായിട്ട്, ലൈക്ക് എന്താ, കുറച്ച് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ടീ കുടിക്കാനായിട്ടായിരിക്കാം. എന്തോ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് പേർക്കൊക്കെ റീകൺസിലേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് 3 ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് ക്വാളിറ്റി ടൈംസ് ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മേ ബി നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടാവും, വീണ്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജീസ്, മെജിഷ്യൻ്റെ എനർജീസുമാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. 9 ഓഫ് കോയിൻസിൻ്റെ എനർജീസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പോൾ മസ്റ്റായിട്ടും 9 ഓഫ് കോയിൻസ് വരണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ല, അല്ലെങ്കിൽ 10 ഓഫ് കോയിൻസ് വരണം. സോ എഗെയിൻ ഈ ഒരു വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയാൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ലല്ലോ, അയാൾ സ്പിരിച്വൽ അല്ലല്ലോ. അങ്ങനല്ല, നമ്മളിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പോൾ നല്ല കാര്യങ്ങളാവാം ചീത്ത കാര്യങ്ങളാവാം, നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ആവുന്നുണ്ടാവും. അത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് മാനിഫെസ്റ്റ് ആകും എന്നാണല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ആ വൈബ്രേഷൻ വളരെ ജെനുവിനും റിയലും ആയിരിക്കണം. അപ്പോൾ അത് മാനിഫെസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണമെന്നും നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും നിങ്ങളുമായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈംസ് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സ് മുന്നോട്ടുള്ള ടൈമിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ എത്രയൊക്കെ ബൗണ്ടറീസ് കീപ്പ് ചെയ്താലും ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിനെ പോയി മീറ്റ് ചെയ്യുകയും ഒരുമായിട്ട് ക്വാളിറ്റി ടൈംസ് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ലൈക്ക് ഒന്നുമില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ്, ഒന്നും സംഭവിക്കാനേ പോകുന്ന കാര്യമല്ല, അയാൾ എന്നെ ഒത്തിരി ഹേർട്ടാക്കിയിട്ടുണ്ട്. നോ ഡിയേഴ്സ്, ഇവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു ടൈമിൽ, ആ ടവർ മൂവ്മെൻറ്റ് ഉണ്ടാവുന്ന ടൈമിൽ എന്താണ്, നിങ്ങളൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി ഒരു പോക്ക് പോകുന്നുണ്ടാവും. ഈ ഒരു വ്യക്തി വിളിക്കുന്നതിൻ്റെ പുറകെ ചെന്ന് കണക്റ്റ് ആവുന്നുണ്ടാവും, വീണ്ടും കണക്റ്റ്, കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടാവും, കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, മേ ബി നിങ്ങൾ ലോങ് ഡ്രൈവിന് പോകുന്നുണ്ടാവാം. അങ്ങനെയധികം കുറേയധികം കാര്യങ്ങൾ എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പം മൂണൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു നമുക്ക്, പക്ഷേ മൂണിൻ്റെ എനർജി ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ കുറച്ച് പരിപാടീസൊക്കെ ആയിരുന്നു, തിരക്കായിപ്പോയി. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ ഒത്തിരിയധികം കോഡിപ്പെൻഡൻസി ഉണ്ട് ഈ ഒരു വ്യക്തിയോട്. ലൈക്ക് ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഒരു വ്യക്തിക്കും എന്താ പറയുക, ഒരു കോഡിപ്പെൻഡൻസി ഉണ്ട് ഇവിടെ നിങ്ങളോട്. അപ്പോൾ ഈ അഡിക്ഷൻസ്, മേ ബി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഈ ഒരു അഡിക്ഷൻസ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു റൊമാൻറ്റിക് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്.
ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെൻ്റെ ചാനൽ പോസ്റ്റിലെ കണ്ടു തുടങ്ങുന്ന ആളുകളാണെന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, കോഡിപ്പെൻഡൻസിയെ കുറിച്ചിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. കോഡിപ്പെൻഡൻസി വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു അൺഹെൽത്തി വേയിൽ ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ അതില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ, അങ്ങനെയുള്ള പല അവസ്ഥകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടും ഉണ്ടാകും ഈ റിലേഷനിൽ. ഈ ഒരു വ്യക്തിയില്ല, എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു എനർജീസ്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇവരോട് മിണ്ടാതിരിക്കാം, അല്ലെ ഒരു ഡേയ്സ് നിങ്ങൾക്ക് ഇവരുമായിട്ടില്ലാതെ ഇവരോട് ടോക്ക് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു എനർജി. കോഡിപ്പെൻഡൻസി എന്ന് വെളിയിൽ വരിക, കാരണം ഇവിടെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷേ നിങ്ങൾക്കത് ഫുള്ളി എൻജോയ് ചെയ്യണം. ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു എനർജീസിനെ, ആ ഒരു അട്രാക്ഷനെയൊക്കെ ഫുള്ളി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഡിപ്പെൻഡൻസിന്ന് വെളിയിൽ വരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ എന്താ പറയുക, അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. സോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടെ കൊടുക്കാനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഐ തിങ്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മേ ബി എന്തെങ്കിലും സോൾ കണക്ഷനിലായിരിക്കാം. ഞാൻ ഓൾറെഡി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾ ഹയർ ലെവൽ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെ ടിൻ ഫ്ലെയിം ആയിരിക്കാം, വോട്ട് എവർ എന്താണെങ്കിലും ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. ഒരു ചാൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ കൊടുക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾക്കൊരു ചാൻസ് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കാം. അപ്പം ഫുൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിസ്റ്റേക്സും ചെയ്തിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ. അപ്പം ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ എടുത്തിട്ട് അന്വേഷിക്കുക, ലൈക്ക് എന്താണ് പോസിറ്റീവ് എനർജീസ്, എന്താണ് സംഭവം എക്സാക്ട്. അതിനുശേഷം വേണം ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രാക്ടിക്കൽ ഒരു ആക്ഷൻ വേയിലേക്ക് കൊണ്ടുവരാൻ. ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് എന്നുള്ളൊരു എനർജീസ്. ഓക്കെ, so again I think നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോലും അത്രയും ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയും ഒരു കെമിസ്ട്രി ഇതിനു മുമ്പ് ഒരു പാർട്ട്ണറിൻ്റെ അടുത്തും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സോൾ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നുള്ളത്. സോ അതാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നുള്ളത്. സോ ഇവിടെ പറഞ്ഞത് കെമിസ്ട്രിയുടെ കാര്യമാണ്. ദർ ഈസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഇവിടെ ഒത്തിരിയധികം അട്രാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ലോഡ് ഓഫ് അട്രാക്ഷൻസ്. സോ അട്രാക്ഷൻസും കെമിസ്ട്രി ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോഡിപ്പെൻഡൻസിയാണ്. ലൈക്ക് ഈ ഒരു വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇവിടെ ഒരു കോഡിപ്പെൻഡൻസി വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഞാൻ ഈ റിലേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്, എന്നെ കുറേയധികം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. സോ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷനിൽ കിട്ടിയിട്ടുള്ള ഒരു ലെസൺസ് അത് നിങ്ങൾ ലേൺ ചെയ്യുക, അതിനെ നിങ്ങൾ ഹീൽ ചെയ്യുക. ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സോൾ കണക്ഷനാണ്. നമുക്ക് ഇതൊരു വ്യക്തിയെ നമ്മുടെ ലൈഫിൽ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ട് കർമ്മം ക്ലിയർ ചെയ്യുമ്പോൾ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ടാവും. സോ forgiving ആൻഡ് ലേണിങ്ങിൻ്റെ എനർജീസ് ആണ്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ്, നിങ്ങൾ പാസ്റ്റിനെ ഹീൽ ചെയ്യുക, forgive ചെയ്യുക. ഓക്കെ, forgiveness ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. forgiveness വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമുക്കൊരാളോട് forgive ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആവുന്നത് നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ആയിരിക്കും നമ്മൾ ഹേർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലേ തന്നെ ആരെന്ത് ചെയ്താലും forgive ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും ഇങ്ങനെ forgive ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്നൊന്നും അത് പറ്റത്തില്ല. നമ്മളൊരു സ്പിരിച്വാലിറ്റിയിൽ ഒരു ഹയർ ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ലേൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളതൊരു സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു വ്യക്തിയോട് forgive, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തിയോട് forgive ചെയ്യണം എന്ന്, പക്ഷെ നിങ്ങൾ തന്നെ എങ്ങനെയോ forgive ചെയ്യുന്നുണ്ടാവും. ഒരു ഒത്തിരി ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, സ്റ്റിൽ നിങ്ങൾ forgive ചെയ്ത് പോട്ടെ എന്നുള്ളൊരു എനർജി. ഇത് സ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യക്തിയോട് ഇത്രയും forgive ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വ്യക്തിയോട് ഇത്രയും forgive ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹേർട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും forgive ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ബിക്കോസ് ഓഫ് ദിസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, ബിക്കോസ് ഓഫ് ദിസ് സോൾമേറ്റ് കണക്ഷൻ, ബിക്കോസ് ഓഫ് ദിസ് ടിൻ ഫ്ലെയിം ജേർണി. സോ അതിൻ്റെ റീസൺ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്സ് ആണ്. ഓക്കെ, സോ അവർ എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ
ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ബെല്ലൈക്കൺ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് കൗൺസിലിംഗ് സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ആൻഡ് അഗെയിൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.